ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കൊണ്ടരങ്കി മലയിലാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇവിടുന്ന് വരുന്നുണ്ടെങ്കിലും ഈ ഒട്ടൻചത്രം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. കണ്ടാ, അപ്പോൾ ഇതാണ് ഒട്ടൻചത്രം റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമുക്ക് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡിലാണ് എത്തുക. അവിടെ നിന്നാണ് നമ്മൾ കൊണ്ടരങ്ങി മലയിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത് ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ ഒട്ടൻചത്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഈ ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ളത് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇവിടുന്ന് നമുക്ക് കൊണ്ടരങ്ങി കീരന്നൂർ എന്ന് പറഞ്ഞ ബസ്സിനാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇറക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ കൊണ്ടരങ്കി മലയുടെ താഴെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതാ ഈ ഒരു സ്റ്റോപ്പിലാട്ടോ ബസ് ഇറങ്ങേണ്ടത്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന ആ മലേൻ്റെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയെല്ലാം അമ്പലമുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് ആ മലേൻ്റെ മുകളിലാണ് എത്തേണ്ടത്. അപ്പോൾ ആ മലേൻ്റെ മുകളിൽ കോടമഞ്ഞൊക്കെ ആയിട്ട് അങ്ങനെ ഏറ്റവും മുകൾ ഭാഗം കാണുന്നില്ല. ഏകദേശം ആകാശം മുട്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് ഹൈറ്റിലാണ് ഈ ഒരു മല നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് മല്ലികാർജുന ക്ഷേത്രമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ അത് കയറാൻ പോക്കല്ലേ. അപ്പോൾ ഈ ഒരു മലയുടെ താഴെ കാണുന്ന സ്ഥലമാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ദീപം കത്തുന്നത് വർഷത്തിൽ 1 പ്രാവശ്യമേ കത്തൂലെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പൗർണമി നാളിലാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോ ആൾക്കാരും വന്നിട്ട് ഇവിടെ കത്തിച്ചതാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ കൊണ്ടരങ്കി മല കയറാൻ പോവുകയാണ്. ഉണ്ടോ? ഇത് കോടമഞ്ഞായിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് കയറാം. ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതേപോലെ മണി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും, കാണുന്നില്ലേ? നമുക്ക് മണി അടിച്ചിട്ട് കയറാൻ പറ്റും. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഇവിടെ. സ്റ്റെപ്പിന് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ലാൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലാൻഡിങ് ഒന്നും ഇല്ല കേട്ടോ. അടുക്കടുക്ക സ്റ്റെപ്പാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതേപോലെ മണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ശിവലിംഗം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ താഴെ കണ്ട ആ അമ്പലമാണ് മല്ലികാർജുന ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ശിവനാണ് പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ കയറുമ്പം തന്നെ നിങ്ങൾ ചെരുപ്പ് അഴിച്ചിട്ട് കയറുക. ഒരുപാട് ആൾക്കാർ ചെരുപ്പിട്ടിട്ട് കയറുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ ചെരുപ്പിട്ടിട്ട് കയറുന്നതെന്നാണ്. അതുകൊണ്ട് അവർ വരുമ്പം തന്നെ പറഞ്ഞ് ചെരുപ്പ് അഴിച്ച് വെക്കാൻ. ഞാൻ ഒരുപാട് വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട് ചെരുപ്പിട്ടിട്ട് കയറുന്ന, അങ്ങനെ കയറുന്നത്. അപ്പോൾ അവിടെ ശിവനെ തൊഴുതിട്ട് വേണം നമ്മൾ ഈ ഒരു കൊണ്ടരങ്കി മലയിലേക്ക് കയറാൻ കേട്ടോ. ഇവിടെ ഒരുപാട് മണി കെട്ടിയിട്ടുണ്ട് കേട്ടോ.
കാണുന്നില്ലേ? അപ്പോൾ നടന്ന് പോകുമ്പം തന്നെ ഇതേപോലെ കൈവേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കൈവേലി കെട്ടിയിട്ടുണ്ട്. അത് ഏടത്തോളം കെട്ടിയെന്ന് അറിയില്ല. ഒരുപാട് ദൂരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഈ പോകുന്ന വഴിക്കൽ ഇതേപോലെ ചെറിയ ചെറിയ മണികളുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. എങ്ക ഊര് കോയമ്പത്തൂർ. ഓക്കെ. പിന്നെ കേരള കണ്ണൂർ എയർപോർട്ട്. ഫസ്റ്റ് ടൈമാ? ഓക്കെ ഓക്കെ. ആ യൂട്യൂബ്. അപ്പോൾ ഇവർ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന കേട്ടാ. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ കയറുന്ന ഭാഗത്തു നിന്നുള്ള വ്യൂ ആട്ടാ ഈ കാണുന്നത്. അവിടെ ഒരു മല കാണുന്നുണ്ട്. അത് ഏതാ മല എന്നറിയില്ല കേട്ടോ. അവിടെ അങ്ങോട്ടെല്ലാം മലയുണ്ട്. പിന്നെ കയറി വരുമ്പം തന്നെ ഇവിടെ ഇരിക്കാനുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു കൈവേലി കെട്ടിയത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിക്കൂടാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് കണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാറ കൊത്തിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണുന്നില്ലേ? പാറ കൊത്തിയിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിവിടെ രാവിലെ 7 മണിക്ക് എത്തിന് കേട്ടോ. 7 മണിക്ക് അവിടുന്ന് ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് 6:30 ബസ്സുണ്ട് കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ ആ ബസ്സിനാണ് ഞാൻ ഇവിടെ വന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നടക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇനിയാണ് നടക്കേണ്ടത്. ഇവിടെ ചോദിച്ചു തരാം ഏകദേശം 2-2.5 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരിക. കാരണം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മല കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരും കേട്ടോ. ദൂരേന്ന് വരുന്നവരായിട്ടുണ്ടെങ്കിൽ രാവിലെ വരുന്നത് നല്ലത്. കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ മല ഇറങ്ങുമ്പോൾ സമയം എത്രയാവുമെന്ന് അറിയില്ല. ഇവിടുന്ന് ബസ് ഒട്ടൻചത്രത്തിലേക്ക് ബസ് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ രാവിലെ വരുന്നുണ്ട് രാവിലെ വരും കേട്ടോ. രാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പകുതിക്ക് എത്തിനുള്ളൂ. പകുതിക്കെന്നല്ല, ഇവിടുന്ന് തുടങ്ങുന്നത്രേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ സ്റ്റെപ്പ് ഒരുപാട് കാണുന്നുണ്ട്. മുകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ടോ ഒന്നും അറിയില്ല. ഇവിടുന്ന് ഏകദേശം നമുക്ക് കാണുന്ന രീതിയിൽ കൈവേലിയെല്ലാം ഇതേപോലെ കൈവേലിയെല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൊണ്ടരങ്കി മല സമുദ്രനിരപ്പിൽ നിന്നും 3825 അടി ഉയരത്തിലാണ് ഈ ഒരു മല നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ഉയരത്തിൽ നമ്മൾ കയറണം. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇവിടെ വരണം എന്ന് വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ ആണ് സാധിച്ചത്. കാരണം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു കൊണ്ടരങ്ങി മലയിൽ കയറണമെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം 3500 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക് വരായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രെയിനിനാക്കിയത്. കാരണം അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ക്ഷീണം പിടിച്ചിട്ട് ഈ ഒരു മല കയറേണ്ടക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ കണ്ട ഇതെന്താ അറിയില്ല, ഈ ഒരു മലേൻ്റെ മുകളിൽ കാണുന്ന ഒരു മരമാണ് കേട്ടോ. ഒരു പുളിച്ചപ്പ് പോലെയാണ് ഇത് കാണുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ താഴെ നിന്നാണ് നടന്നു വരുന്നത്. ഏകദേശം ഒരു 20% നമ്മൾ കയറിയപ്പോൾ സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പൊക്കെ കുറച്ച് പോയി. പിന്നെ ഇതുപോലുള്ള സ്റ്റെപ്പാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മലേൻ്റെ മുകളിലുള്ള പൂക്കളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എത്തിയത് കൊണ്ട് തന്നെ
ഇവിടെ വേല് കുറവാന്ന് കേട്ടോ. കുറച്ചും കൂടി ആയാൽ നല്ല വേലായിരിക്കും. ഇവിടുന്ന് നോക്കുമ്പം കണ്ട നമുക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ 1-2 മലയാണ് അങ്ങ് കാണുന്നത് കേട്ടോ. ഏത് മലയാണെന്നറിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേപോലെയുള്ള വലിയ കല്ലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇവിടുന്ന് നോക്കുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വരണം കേട്ടോ. കാരണം വെറുതെ പറഞ്ഞല്ല, അത്രക്കും മനോഹരമായ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. കാരണം ഇവിടത്തേക്ക് വരുമ്പോൾ രണ്ട് കാര്യമാണ് കേട്ടോ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ശിവനെ പ്രാർത്ഥിക്കാം, ശിവൻ്റെ അനുഗ്രഹം കിട്ടും. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ട്രക്ക് ചെയ്തിട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാലല്ലേ ആ കാഴ്ചയുണ്ടല്ലോ, അത് നമുക്ക് അടിപൊളിയായിരിക്കും. കാരണം ഇവിടുന്ന് തന്നെ നോക്കുമ്പം കണ്ട അത്രക്ക് മുകളിലാണ്, ആകാശം മുട്ടി നിൽക്കലാണ് കൊണ്ടരങ്ങി മല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതുപോലുള്ള കല്ലുകളിങ്ങനെ അട്ടിക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കല്ല് വെച്ചിട്ട് കണ്ടിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. അത് വ്യക്തമായിട്ട് അറിയില്ല, ഒരാൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരൊക്കെ അറിയെങ്കിൽ പറഞ്ഞ് തരുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ കുന്ന് കേട്ടാ, ആ സ്റ്റെപ്പുള്ള കുന്ന് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ശരിക്കുള്ള ട്രക്കിങ് തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല, താഴെ നിന്നല്ല, ശരിക്ക് തുടങ്ങുന്നതാ ഈ ഒരു മല കണ്ടെങ്കിൽ ഈ മലേൻ്റെ താഴ്ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആടത്തമ്പരം നമ്മൾ എത്തിയില്ല, അതിൻ്റെ താഴ്ഭാഗം എത്തിയില്ല. അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞത് നമ്മൾ അവിടെ നിന്നാണ് കയറിയത്. പക്ഷേ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അത്രക്ക് ഡേഞ്ചറായിട്ടുള്ള കുന്നാന്ന് കേട്ടാ. നിങ്ങൾക്ക് നോക്കുമ്പം തന്നെ തിരിയും, ഈ ഒരു മലയുടെ താഴെ നമ്മൾ എത്തിയില്ല. അപ്പോൾ അത്രക്കും ഹൈറ്റിലാണ് ഈ ഒരു മല നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ട്രക്കിങ്ങിനായിട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് ട്രക്കിങ്ങിന് തന്നെയാണ് കുറച്ച് ദൂരം ബൈക്കിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു വരുമ്പം തന്നെ നമ്മളെ നാട്ടിൽ കാണുന്ന കള്ളിച്ചെടികളുണ്ട് കേട്ടോ. കണ്ടോ, കള്ളിച്ചെടികളുണ്ട് കണ്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു കാവാകവും നമ്മൾ എത്തിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. രണ്ടാ വലിയ ഇതിൻ്റെ എല്ലാം മണ്ട കണ്ട, വലിയ മണ്ടയാണ്. അപ്പോൾ ഈ ഒരു മലേൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകുമ്പോൾ ക്ഷീണം അങ്ങനെ അനുഭവപ്പെടുന്നില്ല. അല്ലെങ്കിൽ ശരിക്കൊരു ചൂട് അനുഭവപ്പെടും. പക്ഷെ ഇവിടെ നല്ല കാറ്റാണ്, അടിപൊളി കണ്ട, നല്ല കാറ്റാണ്. പിന്നെ വെച്ചാൽ വേല് ഇപ്പം കുറവാണ്, അതുകൊണ്ട് നല്ല സുഖമായിട്ടാണ്. ഇതാ കള്ളിച്ചെടി കണ്ട, കള്ളിച്ചെടി ഇത് മുഴുവനായിട്ട് കള്ളിച്ചെടിയാണ്. ശ്രദ്ധിക്കണം, കാരണം ഇതിന് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ചെരുപ്പിടാണ്ടാണല്ലോ വന്നത്. അപ്പോൾ കാലിന് തെറിക്കും നോക്കണം. എന്താ ഈ കാറ്റത്തൊക്കെ എന്ന് പറഞ്ഞാൽ മുള്ളൊക്കെ പറഞ്ഞിട്ട് ഈ താഴെ വീണ്ടുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കള്ളിച്ചെടീൻ്റെ മുകളിലുള്ള പൂവാന്ന് കേട്ടോ ഈ കാണുന്ന. കണ്ടാ, ഇത് അധികം ആളൊന്നും കണ്ടിട്ടുണ്ടാവില്ല പൂവ്. കണ്ട, കൊണ്ടരങ്ങി മല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ദണ്ഡിക്കൽ ജില്ലയിലെ കീരന്നൂർ ബേസിക് വില്ലേജ് എന്ന് പറയുന്നത് കീരന്നൂറാട്ടാ. കീരന്നൂരിലാണ് നമ്മൾ
ബസ് ഇറങ്ങേണ്ടത്. അപ്പോൾ മെയിൻ ബേസിക് വില്ലേജ് എന്ന് പറയുന്നത് കീരന്നൂർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒട്ടൻചത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടത്തേക്ക് 18 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്ന കേട്ടോ. ഒട്ടൻചത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ഒട്ടൻചത്രം ബസ് സ്റ്റാൻഡിൽ വരിക. അവിടുന്ന് രാവിലെ 6:30 തൊട്ടിട്ട് ബസ്സുണ്ട്. പിന്നെ കീരന്നൂർ കൊണ്ടരങ്ങി കീരന്നൂർക്ക് ബസ്സുണ്ട്. പച്ച ബസ്സിലാണ് ഞാൻ കയറിയത്. ഇപ്പോൾ വേറെ കളറുണ്ടോയെന്ന് അറിയില്ല, ഞാൻ പച്ച ബസ്സിലാണ് കയറിയത്. അപ്പോൾ കീരന്നൂരിലേക്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇറക്കി തരും. മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 1-2 കുപ്പി വെള്ളം എങ്ങനെയാലും എടുത്തിട്ടോ വരാതും. കാരണം ഇത്രയും ദൂരം നടന്നെത്തുമ്പോഴൊക്കെ നമ്മൾ തൊണ്ടയൊക്കെ വരലൽ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ വെള്ളം എടുത്തിട്ടോ ഇങ്ങോട്ട് വരണ്ടും കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വരാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ കുപ്പിയൊന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. ഇവിടെയൊന്നും കുപ്പിയൊന്നും ചാടരുത്. ഇവിടെയെല്ലാം ഉണ്ട് കേട്ടോ, കണ്ടോ, ഇവിടെയെല്ലാം ചാടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന സാധനം നിങ്ങൾ തിരിച്ചിട്ട് കൊണ്ടുപോവുക. ഇവിടെ നിന്നാണ് നമ്മളെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് കേട്ടോ, ഇവിടുന്ന്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ കയറാനുണ്ട് കേട്ടോ. ഇവിടെ കൈവേലിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അതുപോലെ തന്നെ പാറ കൊത്തിയിട്ടാണ് സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ശരിക്കുള്ള ട്രക്കിങ് തുടങ്ങുന്നത് ഇവിടെ നിന്നാട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ കേരളല്ലേ കണ്ടോ, ഇരുമ്പിൻ്റെയാണ് കൈവേലിയൊക്കെ. അപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പം തന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പുറമായിട്ട് ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇത് മുന്നേ ഇതുവഴിയാന്ന് തോന്നുന്നു കയറീനി, പിന്നെയാണ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം കുറച്ച് കൂടുതലാട്ടാ. നല്ല കുത്തനെയുള്ള കയറ്റാണ് കണ്ടോ, ഇവിടുന്ന് കുത്തനെയുള്ള കയറ്റാണ്. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ വലിയ കൊക്കയാണ് ഈ ഒരു സൈഡിലുള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പം തന്നെ വലിയ പാറയുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇതിൻ്റെ മുകളിലുള്ള പൂക്കളാണ് ഈ കാണുന്നത് നീല നിറത്തിൽ. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ മനോഹരമായ കാഴ്ച കണ്ടിട്ട് പോകാൻ പറ്റും കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ഗുഹ ഉണ്ട് കേട്ടോ. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഒരു ഗുഹ കാണുന്നുണ്ട്, നോക്കാം. നമുക്ക് ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ കണ്ട, ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ, കല്ലിലിങ്ങനെ കൊത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ വേണ്ട നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ തിരിവാക്കലുണ്ടെന്ന് തോന്നുന്നു, കണ്ട ഞാൻ കണ്ട ഒരു കറുപ്പടിച്ചിട്ട്. നമുക്ക് കയറാൻ സമയം കഴിയണ്ട, കാരണം ലേറ്റായി കഴിഞ്ഞാൽ നല്ല ചൂട് വരും, ഭയങ്കര ക്ഷീണമായിരിക്കും. എൻ്റെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് അധികമായിരിക്കും, എന്നാലും ഫുള്ളായിട്ടൊന്നും ഈ വീഡിയോ ഞാൻ ഇടുന്നില്ല. എന്നാലും നിങ്ങൾക്ക് വരാത്തവർക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്ത് അധികം ആക്കിയാലേ നടക്കുള്ളൂ. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന വഴിയണ്ട, നല്ല കുന്നായി ഇവിടുന്ന്
ചെറിയൊരു കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല താഴ്ചയാട്ടാ. പിന്നെ അങ്ങോട്ട് വന്ന് വലിയ മല നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് കമ്പിയൊക്കെ അളിയിട്ടുണ്ട് കേട്ടോ. എനക്ക് തോന്നുന്നു ഇവിടുന്ന് ആൾക്കാരങ്ങോട്ട് പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ മഴക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകാതിരിക്കുക. നല്ല വഴുക്കുണ്ടെങ്കിൽ താഴേക്ക് പോകും. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ വേണ്ട, അടിപൊളിയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. കാണല്ലേ, നിങ്ങൾക്ക് തിരിയും ഈ ഇതിൻ്റെ ചപ്പൊക്കെ അനങ്ങുന്നത്. നല്ല കാറ്റാണ്. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കേട്ടില്ലേ? എന്തായാലും ഈ ഒരു മലക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. അതെൻ്റെ ഒരു റിക്വസ്റ്റാന്ന് പറഞ്ഞാൽ മതി. അടിപൊളി. ഇവിടെ പോയിട്ടില്ലെങ്കിലും ഈ ഒരു സ്ഥലം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് കുത്തനെയുള്ള കയറ്റാണേ. കണ്ടോ എന്താ ഗൈസ്, കുത്തനെയുള്ള കയറ്റായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ ഒരു വ്യൂ ആട്ടാ ഈ കാണുന്നത്. നമുക്കൊരു സൈഡും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ പോയാൽ 4 സൈഡും നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് നല്ല കയറ്റാണ് ഇവിടുന്ന്. ഉണ്ടോ? ഇനി അങ്ങോട്ടുള്ളത് ചെറിയൊരു കയറ്റമാണ്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഗുഹയിൽ പോകുന്ന പോലെ ഉള്ളത്. പക്ഷെ അതല്ല, അവിടെ നമ്മൾ തിരിച്ചിട്ട് ഇതാ ഇങ്ങനെ പോകണം കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ വന്നിട്ട് എന്താ കമ്പിയെല്ലാം പൊട്ടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ തീർച്ചയായും വരണം കേട്ടോ. ഇതാരാടാ? നീ എടുക്കണില്ലേ? ഭയങ്കര കാറ്റാണല്ലോ. ആ നമ്മളങ്ങ് മുകളിൽ ആടി എത്തണം കേട്ടാ. ഇവിടെ പറഞ്ഞാല് നല്ല കാറ്റാ. ഈ ഒരു ഭാഗം കണ്ട നല്ല വലിയ കൊക്കിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നടന്നിട്ടില്ലെങ്കിൽ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ. വലിയ കൊക്കിയതാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് നിങ്ങൾ എന്തായാലും വരണം. അത്രയും അടിപൊളി സ്ഥലം. ഇവിടെ പറഞ്ഞാൽ കാറ്റ് അമ്മാതിരി കാറ്റാണ്. ശരിക്കും നമ്മൾ പാറിപ്പോകും. പിന്നെ വെച്ചാൽ കോട അടിച്ച് കയറണം. ശരിക്കും താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു മല കണ്ടിന്, പക്ഷെ ഇപ്പം കാണാൻ പറ്റുന്നില്ല. മുകളിലേക്ക് കോടയായിട്ട് കാണുമ്പോൾ തിരിയും. ഇവിടെയെല്ലാം മൊത്തം കോടയായിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗം കണ്ട ഫുള്ളായിട്ട് കോടയാണ് കണ്ട, മൊത്തം കോടയായിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ നല്ല കയറ്റുണ്ടേ. ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല കേട്ടോ. നല്ല കയറ്റാന്ന് പറഞ്ഞാൽ മാതിരി കയറ്റാം. കണ്ടോ ഫുൾ കോട്ട.
ഇവിടെ സോളാറാട്ടാ പ്രവർത്തിക്കുന്നത്. ഓ സോളാർ ലൈറ്റാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടാ. കണ്ട ഇവിടെ നമുക്ക് കുറച്ച് നിരപ്പായ പ്രദേശമാണ്. നിരപ്പുള്ളതായതുകൊണ്ട് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. പക്ഷെ നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല. നമ്മൾ കേരളം ഇവിടെ കണ്ട ഇവിടുന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കയറാൻ. സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ അറിയില്ല. നല്ല കാറ്റുള്ളതുകൊണ്ട് അധികം കേൾക്കാൻ ചാൻസ് കുറവായിരിക്കും. നല്ല കുത്തനെയാണ്. സ്റ്റെപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കമ്പി പിടിച്ചിട്ട് മുകളിലേക്ക് കയറിയാൽ മതി. ഈ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കള്ളിച്ചെടികളാണ്. ഇവിടുന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ കള്ളിച്ചെടിയാണ്. തലക്ക് കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു കയറ് പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് പോവാൻ കേട്ടാ. എന്താ അപ്പോൾ ഈ കയറുന്നത് ഇവിടെയാണ് നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കയറ് നമ്മൾ പിടിച്ചിട്ട് വേണം മുകളിൽ കയറാൻ കേട്ടാ. കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടാ. അപ്പോൾ ഇവിടെ ചങ്ങലയൊക്കെ കൊടുത്തിട്ട് കേട്ടാ. ഇതുണ്ടോ ഈ ചങ്ങലയൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിൽ കയറാൻ. ക്യാമറ ഒരു കൈമിലുള്ളത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ ഇവിടെ ചങ്ങലയും പിന്നെ അതുപോലെ തന്നെ കയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കയറാൻ. ഏകദേശം കോടയായിട്ട് അങ്ങനെ ഇതായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയാലുള്ള ഇതാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ ശിവനെ ഇവിടെ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താ അപ്പോൾ ഇവിടെ മണി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാട്ടാ ഉള്ളത്. ഇവിടെ ആകെ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ. തൈ കാണുന്ന കേട്ടാ ഈ ഒരു ചുറ്റുവട്ടം ഉള്ളൂ കേട്ടാ. ചെറിയ കേട്ടാ. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ട ഞങ്ങള് കണ്ടാ 4 സൈഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കിട്ടില്ല പോളി സ്ഥല ഗൈസ്. കണ്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം? എങ്ങനെയുണ്ട്? പൊളിയല്ലേ?
അടിപൊളിയല്ലേ? അടിപൊളി. അടിപൊളിയാണോ? ആ നോക്കണ്ട വലിയ കൊക്കയാട്ടാ. ഒരു രക്ഷയില്ല ഗൈസ്, പൊളി എന്ന് പറഞ്ഞല്ലേ. ഏത് സൈഡിൽ നോക്കിയാലും നല്ല വ്യൂ ആട്ടാ. നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതാ കോട വന്ന് വരുന്നുണ്ട് അങ്ങനെ കണ്ടാ. ഈ ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഈ ഒരു സൈഡ് മുഴുവനും കോട. ഈ ഒരു സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡ് മുഴുവനും കോടയാണ്ട. പൊളി എന്ന് പറഞ്ഞാൽ കിട്ടില്ല സ്ഥലം. കണ്ടാ ഈ ഒരു 4 സൈഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പൊളി ഗൈസ്, അടിപൊളി. എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ വരണം, കിട്ടില്ല സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ശിവനെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വലിയൊരു പണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട ഇവിടെ ചന്ദനത്തിരി ഇതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ശിവൻ്റെ ശൂലം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വളയുണ്ട് കേട്ടോ. വള എന്നാ സംഭവം എന്നറിയില്ല. ഇതിൻ്റെ മുകളിൽ വള വെച്ചിട്ടുണ്ട്. കണ്ടോ എല്ലാം കണ്ടോ ഇവിടെ വള ഇങ്ങനെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇതേപോലെ വള വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയൊരു സ്ഥലമുള്ളൂ. 3825 അടി ഉയരത്തിൽ വന്നിട്ട് ഈ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെയുള്ള അടിപൊളി കാഴ്ച കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. இந்த மலை வந்து எப்படி ஒரு சிவன் இருக்கான்னு சொல்லி வந்து ஃபஸ்ட்டு தெரிஞ்சதுன்னா கிட்டத்தட்ட ஒரு 1000 வருஷத்துக்கு முன்னாடி இங்கே கீழே இருக்கிற குடும்பங்கள் வந்து இங்கே பிரதான தொழில் வந்து பார்த்திங்கன்னா ஆடு மாடு மேய்க்கிறதா இது வந்து பிரதான தொழில். ஸோ வந்து இந்த மலையை சுற்றி இருக்கிற பகுதியில் வந்து ஆடு மாடு மேய்ச்சிட்டு வந்து அவங்களோட தொழில் வந்து பார்த்துட்டு வந்துருக்குறாங்க. டெய்லி வந்து காலையில் வந்து மாடுங்களை அவுத்துட்டு வந்து இந்த மலை சைடு வந்து மேயருக்கா முடுக்குறப்போ எல்லா மாடுகளும் மலை மேலே ஏறிட்டு திரும்ப வந்து கீழே வந்து அவங்க திரும்ப வந்து வீட்டில் கட்டி வச்சு பால் கறப்பாங்க. பால் கறந்து வந்து சொசைட்டியில் ஊற்றுவாங்க. ஸோ அது வந்து டெய்லி வந்து அதான் உங்களுக்கு வேலையோ அது பண்ணிட்டு இருந்துருக்குறாங்க. அதில் வந்து ஒரு மாடு மட்டும் என்ன வச்சுன்னா இந்த மலை மேலே ஏறி வந்து டெய்லி வந்துட்டு போயிட்டு இருந்தது. அந்த மாட்டில் மட்டும் டெய்லி பால் கறக்கிறப்போ பால் இருக்கிறதில்ல. ஸோ அன்னைக்கு சாயங்காலம் வந்து பால் கறக்கிறப்ப அந்த மாட்டில் வந்து பால் இருக்கிறதில்ல. அந்த மலை மேலே போயிட்டு வர்றப்போ மட்டும் இந்த மாட்டுக்கு வந்து பால் கம்மியாகிறது வந்து இவங்க கண்டுபிடிச்சிருக்கிறாங்க. ஸோ என்ன காரணம்னு சொல்லி போட்டு ஒரு நாள் இந்த மாடு பின்னாடியே வந்திருக்கிறாங்க. மாடு பின்னாடி வர்றப்போ அந்த ஒரு இடத்துல வந்து மாடோட பால் வந்து தானாகவே வந்து கீழே வந்து ஒரு லிங்க தானாக உருவான சுயம்பலிங்கன்னு சொல்லி போட்டு அந்த இடத்துல வந்து தானாக வந்து பால் வந்து கொடுத்துட்டு இருந்திருக்குது. அந்த லிங்கத்து மேலே பால் வந்து கொடுத்துட்டு இருந்திருக்கு. அந்த பால் வந்து மாடு வந்து டெய்லி வந்து அது மாதிரி செயலில் வந்து ஈடுபட்டு இவங்க வந்து கண்டுபிடிச்சிருக்கிறாங்க. ஸோ அது வந்து என்ன ரீசனாக இருக்கும்னு சொல்லிட்டு பார்க்குறப்ப வந்து இது வந்து சிவன் இருக்க வந்து இந்த மலையில் வந்து கண்டுபிடிக்கிறாங்க. ஸோ அது வந்து நம்ம வந்து டெய்லி வந்து இந்த மாடு வந்து நம்ம டெய்லி பால் கொடுத்துட்டு போகுது. அதை வந்து அந்த ரீசனை வந்து அவங்க கண்டுபிடிச்சி அப்புறம் இந்த வந்து கோயில் வந்து இங்கே உருவாக்கியிருக்கிறாங்க. இங்கே வந்து சிவன் இருக்கான்னு சொல்லி போட்டு ஒரு நம்பிக்கையில் வந்து இந்த கோயில் வந்து உருவாக்கி கிட்டத்தட்ட ஒரு 1000 வருஷத்துக்கு முன்னாடி இருந்தே இந்த மலையிலே வந்து இந்த பாறையிலே படி செதுக்கி மக்கள்லாம் வந்து நடந்து வர்ற மாதிரி பண்ணிக்கிறாங்க. இந்த இடையில இந்த அரைமலையில் பார்த்தீங்கன்னா நிறைய பாறைகள்லாம் வச்சு படி போட்டிருக்கிறாங்க. அதெல்லாம் வந்து பஞ்சபாண்டவர் காலத்தில் வந்து செஞ்சதாக சொல்லி சொல்கிறாங்க. ஸோ இங்கே பார்த்தீங்கன்னா காகமுனீஸ்வரர் இது வந்து உச்சியில் பார்த்தீங்கன்னா சிவனை வந்து பார்க்குறக்காண்டி வந்து ஏகப்பட்ட வருஷம் வந்து தவம் செஞ்சுருக்கிறார் இந்த மலையில் வந்து. இந்த வலையில் அதெல்லாம் பார்த்தீங்கன்னா இதெல்லாம் வந்து பெண்கள்லாம் வந்து அந்த கருப்பு காலத்தில் அந்த குழந்தை பிறக்கிறக்காண்டி வந்து ஒரு ஐதீகமாக வந்து இது ஒரு சாங்கியமாக எடுத்து இந்த வலையெல்லாம் மாட்டிட்டு போகிறாங்க. ஸோ அது வந்து அவங்களுக்கு வந்து ஒரு நம்பிக்கை குழந்தை பிறக்கும்னு சொல்லி போட்டு ഒരു ഐതിഹ്യത്തിൽ പിന്നെ കുട്ടികളില്ലാതെ ആൾക്കാർ ഇവിടെ வந்து வளையல் செய்துட்டு போடும்னாக்க പിന്നെ ഓരോ சமயங்களில்
കുളന്തി ഭാഗ്യം കിടക്കുന്നുണ്ട്. അങ്ങനെയാണ്. എല്ലാ മാസത്തിലും ഒരു శివరాత్రి మహాశివరాత్రి కార్తీక దీవెన ఇవరు కొబ్బరి ఉండే முன்னோர்களாக చేసింది. கீழே அடிவாரத்துலேருந்து மேலே கொண்டு வந்தாங்க. கொண்டு வந்து கிட்டத்தட்ட ஒரு 20 பேர் சேர்ந்து கொண்டு வந்தாங்க. இந்த வருஷம் தான் ஃபர்ஸ்ட் டைம் கொண்டு வந்திருக்கிறாங்க எண்ணெய் கொப்பரை. ஆமாம், ഇവിടെ வந்து தீபம் போட்டிருக்கிறாங்க. ഈ ഒരു സ്ഥലത്താണ് ദീപം തെളിക്കുന്നത്. எண்ணெய் வந்து இதில் ஊற்றி இதில் வந்து நம்ம தீபம் போட்டிருக்கோம். இந்த வருஷம் ഫുള്ളായി കത്തുക. ഫുള്ളാണ് കത്തുന്നുണ്ട്. ഈ ഒരു കൊണ്ടരങ്കി മലയിൽ ശിവൻ ഉള്ള കാര്യം അറിയില്ലായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ കൊണ്ടരങ്കി മലയുടെ താഴെ ഭാഗത്ത് ഒരു ഫാമിലി താമസിച്ചിരുന്നു. അപ്പോൾ അന്ന് അവരെ എടുക്ക ഒരു പശു ഉണ്ടായിരുന്നു. അപ്പോൾ ആ പശുവിനെ മെയ്യാൻ വിടുന്നത് ഈ ഒരു കൊണ്ടരങ്കി മലയുടെ മുകളിലാണ്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ പശുവിനെ കറന്നു നോക്കുമ്പോൾ പാല് വരുന്നില്ല. അപ്പോൾ കാരണം അന്വേഷിച്ച് നോക്കുമ്പോഴാണ് സംഭവം മനസ്സിലായത്. ഈ കൊണ്ടരങ്കി മലയിലേക്ക് പശുവിനെ മെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ പശു നേരെ വന്നിട്ട് ഇവിടെ ഈ ഒരു ശിവന് പാല് കൊടുക്കലാന്ന് അറിഞ്ഞത് എന്നരാണ്. അപ്പം അന്ന് മുതലാണ് ആൾക്കാർ ഈ ഒരു കൊണ്ടരങ്കി മലയിലേക്ക് കയറി വന്നതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇതാ സോളാറിൻ്റെ മുകളിൽ കയറിയിട്ടാണ് പുള്ളിക്കാരെ പഴം കഴിക്കുന്നത്. കേട്ടാ ഇത് കുടിക്കാനുള്ള തണ്ണിയല്ലേ? குடிக்கிற தண்ணி அല്ലേ? தண்ணி தான். இது சொன்னா இது இதில் வந்து கிட்டத்தட்ட இந்த சொன்னா வந்தோட ஆரம்ப இது அந்த வந்து லிங்கம் இருக்கிற இடம். ஸோ வந்து லிங்கமே வந்து தண்ணிக்கு மேலே தான் இருக்குது. ஒரு இந்த நீரூற்று வந்து வருஷம் 365 நாள் இருக்கும். பயங்கரமாக வந்து ஊறிட்டே இருக்கும். இந்த மலையோட சிறப்பம்சம் இது ஒன்று மலை உச்சியில் வற்றாத நீரூற்றுன்னு சொல்லி சொல்கிறாங்கல்ல, அதுதான் இந்த நீரூற்று. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. இது வந்து சுயம்பலிங்கம், பத்தாத சுனை இருக்குது, மேலே வந்து குகை இருக்குது, சாமியார் குகை. வருடம் முழுவதும் வழிபாடு உண்டு. பாலாசம் பண்ணி நைவேத்தியம் முடிச்சுட்டு போவோம். சுயம்பலிங்கம் பத்தாத சுனை இருக்குது ஒரு சைடு. 3 விசேஷங்கள் இருக்குது வருஷத்தில். கார்த்திகை தீபம், மகா சிவராத்திரி, சித்திரை பௌர்ணமி அன்னைக்கு கூட்டம் ஃபுல்லாக வரும். ഇവിടുന്ന് ഇറങ്ങലുമ്പോൾ നല്ല കുത്തനുള്ള കയറ്റാട്ടാ. ഉള്ള പോകും. ഓ, ഇവിടെ ഒരു ഗുഹയുണ്ട്. ചിത്രങ്ങളെല്ലാം ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ പോകുമാ ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. എന്നാ അങ്ങോട്ട് ഇവിടെ വെളിയില്ല. അത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ഈ ഒരു ഗുഹ അങ്ങനെ കാണാറില്ല കേട്ടോ. പഞ്ചപാണ്ഡവർ ഇവിടെ വന്നിട്ട് തപസ് ചെയ്ത ഗുഹയാണ് കേട്ടോ. ഇവിടെ മൂടൽ മഞ്ഞായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം നല്ല വ്യൂ ആട്ടാ കാണാൻ. അടിപൊളി. അങ്ങനെ അപ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടാ. അപ്പോൾ ഈ ഒരു സ്വാമിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ. കണ്ട, ഈ ഒരു പ്രായത്തിലും ഇദ്ദേഹം ഈ ഒരു മല കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി വേലി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രായത്തിൽ ഈ ഒരു മല കയറുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടാ. വേദനിച്ചാ? എത്ര ഏജ് പ്രായം? 85. ആ ഒരു മലേൻ്റെ അടുക്കുന്നാണ് നമ്മൾ കയറിയിട്ട് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ഥലം തീർച്ചയായും വരണം. അടിപൊളി സ്ഥലമാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ രാവിലെ 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടെ പ്രവേശനം.
അപ്പോൾ അത് ആ 4 മണിക്ക് ശേഷം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് പോകാനാവില്ല കേട്ടോ, ക്ലോസ് ആണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിട്ടുക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.